നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ദിവീസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മ മുഹൂർത്തത്തെ കുറിച്ചാണ്. അതിനു മുന്നേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്കും എൻ്റെ വിവാഹ വാർഷിക മംഗള ആശംസകൾ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മൂകാംബികായേ നമ. ബ്രഹ്മമുഹൂർത്തം. പലരും നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ രാവിലെ എഴുന്നേറ്റ് പല പല ജോലിയിൽ മുഴുകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇക്കാലത്ത് മറന്നുപോയിരിക്കുന്നു. പണ്ട് കാലത്തുള്ള തലമുറ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നവരാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്താണ് ബ്രഹ്മമുഹൂർത്തം? സൂര്യോദയത്തിന് ഏകദേശം 1 മണിക്കൂർ 36 മിനിറ്റ് മുന്നെയാണ് കേരളത്തിൽ സാധാരണയായി ബ്രഹ്മമുഹൂർത്തം. പല പ്രദേശങ്ങളിലും സൂര്യോദയത്തിൻ്റെ സമയം അടിസ്ഥാനമാക്കി ഇത് മാറാറുണ്ട്. ഈ സമയത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവർക്ക് അപാരമായ പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം അവരുടെ ചിന്തകളെല്ലാം ഷാർപ്പായിരിക്കും. എന്താണ് കാരണം? ഈ സമയത്തുള്ള അന്തരീക്ഷം എഴുന്നേറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ശാന്തവും നിർമ്മലവുമായിരിക്കും. ഈ സമയത്ത് നമുക്ക് നമ്മിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. നമ്മുടെ പല കഴിവുകളും മെച്ചപ്പെടുത്താൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാവുന്നതാണ്. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ, ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള തിരക്കിനിടയിലും രാവിലെ തിരക്ക് പിടിച്ചെണീറ്റ് ഒരു 6 മണിക്കൊക്കെ അടുക്കളയിൽ കയറി പെട്ടെന്ന് ജോലികളെല്ലാം തീർത്തു പോകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഒരു വിളക്കൊക്കെ വെച്ച് കുളിച്ച് ശുദ്ധമായിരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കുറച്ച് സമയം നമ്മിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക. നല്ല ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ സമയം അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. കിളികളുടെ കളനാദവും അതുപോലെ നിർമ്മലമായ കാറ്റും ശാന്തതയുമെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു.